വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികൾ അവകാശ തർക്കം ഉന്നയിച്ച ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ്. കപിൽ സിബൽ തങ്ങൾക്കു വേണ്ടിയാണ് വാദിച്ചതെന്ന് ജംഇയ്യത്തുൽ ഹിന്ദിന്റെ വാദം. ഇതിനെ പിന്തുണച്ച് നാഷണൽ ലീഗും രംഗത്ത് വന്നിട്ടുണ്ട്. കപിൽ സിബലുമായി ഒത്തുചേർന്ന് ലീഗ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്നുവെന്നാണ് നാഷണൽ ലീഗിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായ NK അബ്ദുൽ അസീസിന്റെ ആരോപണം. പിന്നീട് മുസ്ലിം ലീഗാണ് ആദ്യമായി സമീപിച്ചതെന്ന് കപിൽ സിബൽ തന്നെ വ്യക്തമാക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾക്കില്ല എന്നാണ് ജംഇയ്യത്തുൽ ഉലമ ഹിന്ദിന്റെ ഒടുവിലത്തെ നിലപാട്. യഥാർത്ഥത്തിൽ കപിൽ സിബൽ വാദിച്ചത് അർഷദ് മദനിക്ക് വേണ്ടിയാണ്. അർഷദ് മദനി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് എന്ന പ്രസ്ഥാനമാണ്. അവരുടെ പ്രതിനിധിയായി, അവരുടെ വക്കീലായി വാദിച്ച കപിൽ സിബൽ ഞങ്ങളുടേതായി വാദിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന നിലയിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രചാരണത്തിലൂടെ സാധാരണക്കാരായ ആളുകളുടെ പിന്തുണ നേടിയെടുക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുസ്ലിം ലീഗ് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വന്ന 5 ഹർജികളിൽ ലീഗിന്റെ ഹർജി ഇല്ലാതായി പോയത്. കപിൽ സിബലുമായി ഒത്തുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ശ്രമമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലീഗ് തിരിച്ചറിയണം, മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ തിരിച്ചറിയണം. പൊതുസമൂഹത്തോട് പച്ചക്കള്ളം, വഖഫിന്റെ വിഷയം ഉൾപ്പെടെ പച്ചക്കള്ളം പറഞ്ഞതിന് ലീഗ് മാപ്പ് പറയുകയും വേണം.